രാഹുലെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭരണപരിചയമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മാനദണ്ഡമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥാനങ്ങളും തനിക്ക് ആവശ്യമില്ല എന്ന് വി.ഡി. പറഞ്ഞു എന്ന രീതിയിലാണ് ആ ദേശീയ മാധ്യമം വാർത്തയെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചതിൽ തെറ്റെന്താണ്? ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചേക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുണ്ടാകാം, അതേപോലെ തന്നെ കെ.സി. വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ടാകാം. അതിലൊന്നും ഒരു തെറ്റില്ല. കാരണം ഇവരെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്, വെളിയിൽ നിന്ന് വന്ന ആരുമല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു അജണ്ട സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ എന്തോ വലിയ അടി ഉണ്ടായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭിന്നതയാണ്, മുഖ്യമന്ത്രി ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭിന്നതയാണ്, അടി കൂടി തുടങ്ങി ഇപ്പോഴേ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ആരാണ് ഈ പ്രചരിപ്പിക്കുന്നത്? ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആരാണ്? കഴിഞ്ഞ മെയ് 4 വരെ ഇവിടെ UDF അധികാരത്തിൽ വരില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ UDF അധികാരത്തിൽ വരില്ല, എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ച ആളുകളാണ് ഈ 100+ കിട്ടിയപ്പോൾ അവർ ഫുൾ കൺട്രോൾ പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടാണ്. ഇലക്ഷൻ്റെ അന്ന് ഒരു ശ്മശാന മൂകതയിൽ ഇവരൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിലെനിക്കൊന്ന് 24 മാത്രമാണ് വളരെ ഊർജ്ജസ്വലമായിട്ട് എന്നിട്ട് ഇതാ 100 അടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു ട്രെൻഡ്, ഇതിന് മുമ്പിട്ട് വരെ UDF അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുകയാണ്. എല്ലാ ഇടത്തേക്കും ചെന്നിട്ട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ആരാണ്. എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് പോവുകയാണ്. എല്ലാവർക്കും ഓരോ നിലപാടുകളുണ്ട്. കെ സുധാകരനൊരു നിലപാടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിലപാടുണ്ട്, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശശി തരൂരിനൊരു നിലപാടുണ്ടാവും, രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടുണ്ടാവും, ഷാഫി പറമ്പിലിനൊരു നിലപാടുണ്ടാവും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ ആഗ്രഹവും ഒറ്റയടിക്ക് സാധിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ മത്സരിക്കുമ്പോൾ ഒരാളല്ല MLA ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ 102 MLA-മാർ UDF-നുണ്ട്. ഈ 102 പേർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഈ 102 പേർക്കും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പോൾ ഇത് ചർച്ച ചെയ്താണ് തീരുമാനിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസമായതേ ഉള്ളൂ. 10 വർഷത്തിന് ശേഷമാണ് UDF-ന് അധികാരം കിട്ടുന്നത്. ഈ 10 വർഷം കൊണ്ട് കാത്തിരുന്നിട്ടാണ് UDF-ന് അധികാരം കിട്ടുമ്പോൾ അവർക്കൊരു 10 ദിവസമെങ്കിലും കൊടുത്തുകൂടെ അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ? ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ മിനിമം ഒന്ന് ആലോചിച്ച് നോക്കും. 10 വർഷം കാത്തിരുന്നിട്ടാണ് UDF-ന് 102 MLA-മാരുമായിട്ട് അധികാരം കിട്ടുന്നത്. അപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മിനിമം ഒരു 5 ദിവസമെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ജയിച്ചതിൻ്റെ പിറ്റേന്ന് തൊട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ്. ജയിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ്. ഓടി നടന്ന് ചോദിക്കുകയാണ്. വഴിയെ പോകുന്ന ആളുകളുടെ അടുത്ത് വരെ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം. ഇപ്പം റോഡിൽ നിൽക്കുന്ന ഒരാളോട് എന്ന് ചോദിക്കുകയാണ് 102 സീറ്റ് കയറി UDF അധികാരത്തിൽ കയറി, മുഖ്യമന്ത്രി ആരായിരിക്കണം. ഈ റോഡിൽ കൂടെ പോകുന്നവരാണോ, ഫ്ലെക്സ് വെക്കുന്നവരാണോ തീരുമാനിക്കുന്നത്? ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അഭിപ്രായ ക്രോഡീകരണം നടത്തണം. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായം എല്ലാവരിൽ നിന്നും ആരായണം. അത് UDF-ൻ്റെ നേതാക്കന്മാരോടും UDF-ൻ്റെ സംഘടനാ സംവിധാനത്തോടും എല്ലാവരോടും അത് ചോദിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാവരും കൂടെ നേടിത്തന്ന അധികാരമാണ്. അല്ലാതെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒറ്റ നേതാവ് മാത്രം നേടിത്തന്ന അധികാരമല്ല. കേരളത്തിലെ 141 മണ്ഡലങ്ങളിലും അവിടെ നിന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ സംഘടനാ സംവിധാനവും ഈ MLA-മാരുമല്ല. അല്ലാതെ ഈ 140 മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളും പോയിട്ടല്ലല്ലോ വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് പോയിട്ടല്ലല്ലോ അധികാരം നേടിയെടുത്തത്. അവിടെ എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാരും പോയിട്ടുണ്ട്, അവിടെ എല്ലാ സംഘടനാ സംവിധാനവും ഇടപെട്ടിട്ടുണ്ട്. അവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വ്യത്യസ്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ആശയങ്ങൾ ക്രോഡീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് സന്തോഷമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പേരാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറയട്ടെ 102 MLA-മാരുണ്ട്, ഇവരുടെ അഭിപ്രായം കേൾക്കണം. അതിനപ്പുറത്തേക്ക് പ്രവൃത്തി പരിചയം നോക്കണം. അതിനാണ് സ്ക്രീനിങ് കമ്മിറ്റി വെക്കുന്നത്. ഇപ്പോൾ UDF തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട്
അന്ന് മാധ്യമങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇതാ വിജയ്, അതായത് UDF അധികാരത്തിൽ വന്നിട്ട് പോലുമില്ല, വോട്ട് എണ്ണിയിട്ട് പോലുമില്ല, UDFന്റെ കോൺഫിഡൻസ് നോക്കിക്കെ 10-ാം തീയതി ആകുമ്പോഴത്തേക്കും UDF മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. UDFന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് AICC ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ചട്ടക്കൂടുകൾ ഇപ്പോൾ അവർ തന്നെ പുറത്തിറക്കിയ അതിനകത്തുണ്ട്. 5-ാം തീയതി 6-ാം തീയതി സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിക്കും. അതിനുശേഷം മുന്നണി ചർച്ചകൾ നടത്തും. അതിനുശേഷം ഡൽഹിയിലേക്ക് പോവും. അതിനുശേഷം ഡൽഹിയിൽ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അപ്പോൾ അത്രയും ദിവസം തന്നെ UDF ഇതിനു മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ചോദിക്കുന്നത്, നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദേശീയ പാർട്ടിയല്ലേ, മിനിമം ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രെയിം വർക്കുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി വഴി സ്ക്രീൻ ചെയ്തിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ VD സതീശന് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ മിനിമം യോഗ്യത എന്താണ്? ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരിക്കണം. ഈ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും ഇവരെല്ലാം കോൺഗ്രസിന്റെ മുഖങ്ങളാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അല്ലെന്ന് പറയാൻ കഴിയുമോ? ഇല്ലില്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ 10 വർഷം എടുത്തിട്ടാണ് UDF അധികാരത്തിൽ വരുന്നത്. 10 ദിവസമെങ്കിലും അവരുടെ UDFന്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ അവർക്ക് സമയം കൊടുക്കൂ. വഴിയെ പോകുന്ന എല്ലാവരും VD സതീശൻ മുഖ്യമന്ത്രി ആവണം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം, അങ്ങനെയാണെങ്കിൽ വഴിയെ പോകുന്നവർ പറയുന്ന ആളെ അങ്ങ് എടുത്തു വെച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്, ഇപ്പോൾ കേരളത്തിൽ KPCC ഉണ്ടല്ലോ, KPCC പ്രസിഡന്റ് തൊട്ട് DCC പ്രസിഡന്റുമാരുണ്ട്. 14 ജില്ലയ്ക്കുമായിട്ട് 14 DCC പ്രസിഡന്റുമാരുണ്ട്. അതുകൂടാതെ KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, KPCC സെക്രട്ടറിമാരുണ്ട്. ഇവരുടെ എല്ലാം അഭിപ്രായം ചോദിക്കണ്ടേ? അല്ലാതെ ഒറ്റ അടിക്ക് ചെയ്യാൻ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJP ഒന്നും അല്ലല്ലോ. ഇന്ന ആള് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് മേളിലിരുന്ന ഒരാൾ പറയുമ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ സംവിധാനമുണ്ട്. നമുക്കറിയാം ജനാധിപത്യം എന്താണ്. എല്ലാവരുടെയും കൂടെ അഭിപ്രായം തേടിയിട്ട് ആ അഭിപ്രായങ്ങളുടെ ഏകീകരണമാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അതാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അവർക്കൊരു 10 ദിവസമെങ്കിലും കൊടുത്തൂടെ? അല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും കൊടുക്കൂ. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ച് എല്ലാവരുടെയും പുറകെ നടക്കണം. മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നേ കോൺഗ്രസിൽ എന്തോ അടി നടക്കുന്നുണ്ട്, എന്തോ വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ രാഹുൽ, ഈ പറയുന്നിടത്ത് ഒരു ദേശീയ മാധ്യമത്തിന് VD സതീശൻ തന്നെ കൊടുത്തിരിക്കുന്ന അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത്? VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടോ, അതിന് ഭരണപരിചയം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടുത്തെ പിണറായി വിജയന് ഭരണപരിചയം ഉണ്ടായിരുന്നോ ഇതിനു മുമ്പിട്ട്? അല്ലെങ്കിൽ ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ മോദിക്ക് പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി പരിചയം ഒരു മാനദണ്ഡമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ വളച്ചൊടിച്ച് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ചോദിച്ചു എന്ന് പറയുന്നൊരു സാഹചര്യം. അതെല്ലാം ബാക്കിയെല്ലാം സൃഷ്ടികൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ച് 102 MLA മാരുണ്ട്. 102 MLA മാരുടെ അഭിപ്രായം കേൾക്കണം. അല്ലാതെ AICC വന്നിട്ട് പറയുകയാണ് ഇവിടെ ഞങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രി ആക്കാൻ പോവുകയാണ്, AICC വന്ന് പറയുകയാണെങ്കിൽ 102 MLA മാരല്ലേ വോട്ട് ചെയ്യണ്ടേ? 102 MLA മാരല്ലേ പിന്തുണയ്ക്കണ്ടേ? അപ്പോൾ 102 MLA മാരുടെ പിന്തുണ വേണ്ടേ? പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം UDFന് അവരുടേതായിട്ടുള്ള വഴിയുണ്ട്. ആ വഴിയെ അവർക്ക് വിട്ടുകൊടുക്കുക. UDFന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമെങ്കിലും UDFന് വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് മാധ്യമങ്ങളോടാണെങ്കിലും. അതായത് ഇവരൊരു അജണ്ടയുടെ ഭാഗമായിട്ട് എല്ലാവരോടും ചെന്ന് ചോദിക്കുകയാണ്. എല്ലാം വാർത്തയാണ്. മുഖ്യമന്ത്രി ആരാണ് എന്ന് ആദ്യം ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പറയുമെന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ്. അപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായമുണ്ടെന്നേ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു 1000 പേരാണ് കാണുന്നതെങ്കിൽ 1000 പേർക്കും 1000 അഭിപ്രായമുണ്ടാകും. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഷാഫി പറമ്പിലായിരിക്കും, ചിലർക്ക് രാഹുൽ മാങ്കൂട്ടമായിരിക്കും, ചിലർക്ക് രമേശ് പിഷാരടി ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമുണ്ടെന്നേ. ചിലർക്ക് K സുധാകരനായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന 1000 പേരുണ്ടെങ്കിൽ 1000 പ്രേക്ഷകർക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് 1000 പേരായിരിക്കും പറയാനുള്ളത്, ഇല്ലേ? അതെ. അപ്പോൾ ഈ 1000 അഭിപ്രായം കൂട്ടിച്ചേർത്ത് കൂടുതൽ അഭിപ്രായം ആരുടെ പേർക്കാണുള്ളത് എന്ന് കണ്ടെത്തിയിട്ടാണ് ജനാധിപത്യപരമായിട്ട് ഒരാളെ നിയമിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസും നടക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മുഴുവൻ അഭിപ്രായവും ക്രോഡീകരിച്ചിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് എല്ലാ നേതൃത്വവും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എന്നിട്ടും മാധ്യമങ്ങൾക്ക്
ഒരാളെ ചിത്രീകരിച്ചുകൊണ്ട് അയാൾ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രിയാക്കാൻ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. അവരെ കൃത്യമായിട്ട് AICC കണ്ടെത്തി സ്ക്രീൻ ചെയ്ത് അവരെ മുഖ്യമന്ത്രിയാക്കും. അത് അവർക്കൊരു സമയം കൊടുക്കൂ. കാരണം ഇന്ന് ഇവിടെ കേരളത്തിലിരുന്ന് പറയാൻ കഴിയുന്നതല്ലോ. ഇനി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്യണം. ഡൽഹിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതാ ഡൽഹിയിൽ നിന്നും ആളുകൾ വന്ന് രഹസ്യമായിട്ട് കൂടിയാലോചന നടക്കുന്നത്. രഹസ്യമല്ലെന്നേ. രഹസ്യമാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ആരും അറിയാതെ പോയാൽ പോരെ. ഇത് മാധ്യമങ്ങളെല്ലാം മുന്നിൽ നിന്ന് അവര് സ്വീകരിച്ച് കൊണ്ടിരുത്തിയിട്ട് പറയുകയാണ് രഹസ്യ കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വന്നെന്ന്, AICCയിൽ നിന്ന് ആളുകൾ വന്നെന്ന്. ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ വിഷയം. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ വലിയൊരു അജണ്ട, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ വലിയ അടി നടക്കുന്നുണ്ട്, അടിയൊഴുക്കൾ നടക്കുന്നുണ്ട്, കുതുകാല് വിട്ട് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു അജണ്ട സൃഷ്ടിക്കാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.